ഋദ്ധപ്പനെ നോക്കാം എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റ് നമുക്കിന്നൊന്ന് പരിശോധിക്കാം. ഓരോ വാക്കുകൾക്കും സെന്റൻസുകൾക്കും ഏത് സന്ദർഭത്തിലാണ് അത് പ്രയോഗിക്കുന്നത് എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ സെന്റൻസ് കൺസ്ട്രക്ഷനെ കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഈ സമയത്ത്. ഏത് കോണ്ടെക്സ്റ്റിലാണ് രേണുസുതി ഋദ്ധപ്പനെ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞത്? അത് വളരെയധികം പ്രാധാന്യമുണ്ട്. വീട് പണിത് കൊടുത്തത് എല്ലാവരും കൂടിയിട്ടാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ എന്ന് കുറെ പേർ പറയുന്നു. അത് നിങ്ങളുടെ മക്കളുടെ വീടാണ് എന്ന് കുറെ പേർ പറയുന്നു. നിങ്ങൾക്ക് അവിടെ എന്താണ് അവകാശം എന്ന് കുറെ പേർ ചോദിക്കുന്നു. ഈ കോണ്ടെക്സ്റ്റിലാണ് രേണുസുതി പറയുന്നത് ഋദ്ധപ്പനെ നിങ്ങൾ നോക്കിക്കോ. കാരണം ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഋദ്ധപ്പനെ പ്രായപൂർത്തിയാകുന്നത് വരെ, അതായത് 21 വയസ്സാകുന്നത് വരെ അല്ലെങ്കിൽ 18 വയസ്സാകുന്നത് വരെ അവനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നത്. രേണുസുതി വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരെയും വിഷമിപ്പിക്കുന്ന ഒരാളല്ല. എന്തു പറയണം, ആരോട് സംസാരിക്കണം എന്ന് മുൻകൂട്ടി ചിന്തിച്ച് കഥയോ തിരക്കഥയോ എഴുതി ഉണ്ടാക്കിയതല്ല അവളുടെ ജീവിതം. അത് സ്വന്തം ജീവിതമാണ്. ഒരു അമ്മയുടെ വിഷമം, അതായത് ഋദ്ധപ്പനെ മാത്രമല്ല കിച്ചുവിനെയും കൂടി, സ്വന്തം മകനല്ലാതിരുന്നിട്ട് കിച്ചുവിനെ കൂടി ആ കൂട്ടാനുമായിട്ടുള്ള ആ ഒരു താല്പര്യം, ആ താല്പര്യം എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത്? രേണുസുതിയുടെ ഭർത്താവായിട്ടുള്ള കൊല്ലം സുതി ഏറ്റവും അധികം സ്നേഹിക്കുന്നത് കിച്ചുവിനെയാണ്. അപ്പൊ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം നൽകാൻ ശ്രദ്ധിക്കും. അത് 100% പറ്റിയില്ലെങ്കിലും ആ ശ്രമത്തിന്റെ ഒരു ഭാഗമാണ് കിച്ചുവിനെ സ്നേഹിക്കുക എന്നത്. കിച്ചുവിനെ സ്വന്തം മകനായി കണക്കാക്കുക എന്നത്. മാതൃത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് രേണുസുതി എന്ന് ചൈൽഡ് ലൈൻ അധികൃതർ വരെ വ്യക്തമാക്കിയതാണ്. രേണുസുതിക്ക് സാധിക്കുന്ന ആ രീതിയിലൊക്കെ ഋദ്ധപ്പന്റെ അടുത്തായിരിക്കാൻ രേണുസുതി ശ്രമിക്കാറുണ്ട്. ഒരു കുട്ടിയെ വളർത്തണമെങ്കിൽ അവർക്ക് അത്യാവശ്യമായിട്ട് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കാനായി തെണ്ടാൻ, അഭിമാനം വിൽക്കാനും രേണുസുതി തയ്യാറല്ല. രേണുസുതി വിചാരിക്കുന്ന വഴിയിലൂടെ, ആ വഴിയിലൂടെ തന്നെയാണ് അവൾ പോകുന്നത്. അപ്പോൾ ഋദ്ധപ്പനെ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് സമൂഹം ആ വാച്യാർത്ഥത്തിലാണ് അത് എല്ലാവരും സ്വീകരിച്ചത്? എന്ത്, രേണുസുതിക്ക് ഋദ്ധപ്പനെ വേണ്ടാന്നോ? അപ്പൊ ഞങ്ങൾ നോക്കിക്കോളാം. ചില ആളുകളൊക്കെ നോക്കാൻ തയ്യാറായിട്ട് വന്നു. ആ നോക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകളാണ്. രേണുസുതി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ്. അത്രമാത്രമേ എനിക്കിന്ന് പറയാനുള്ളൂ. ഒരാൾ പറയുന്ന ആ വാക്കുകളിൽ മാത്രം, അതിൻ്റെ ലിറ്ററൽ മീനിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുന്നവരാണ് അതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. എന്താണ് രേണുസുതി ആ വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത് എന്നുകൂടി മുഴുവനായി കേൾക്കാൻ ശ്രമിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ വളരെ നന്നായിരുന്നു.